രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഹുൽ ഈശ്വർ പൂജാരിയാവാതിരുന്നത് നന്നായി. അങ്ങനെയെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. സ്ത്രീകൾ ഏത് വേഷത്തിൽ കാണുമ്പോഴാണ് നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം രാഹുലിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നും ഹണി റോസ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഹണി റോസ് ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ 20ഓളം ബ്ലോഗർമാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചവർക്കെതിരെ വിവരങ്ങളടക്കം പോലീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് ഇതിൽ രാഹുൽ ഈശ്വറിന് നൽകുന്ന മറുപടി? സ്മൃതി, രാഹുൽ ഈശ്വറിന് രൂക്ഷ വിമർശനവുമായാണ് ഹണി റോസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് വിമർശനം ഉന്നയിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് നടത്തിയ ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങളെയാണ് ഹണി റോസ് വിമർശിക്കുന്നത്. ഇതിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ നടത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ ഹണി റോസ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ഉള്ളത്. താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകളിൽ രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരിയായിരുന്നുവെങ്കിൽ പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഒരു ഡ്രസ് കോഡ് തന്നെ രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയേനെ. സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് രാഹുൽ ഈശ്വറിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ എന്നും ഹണി റോസ് പറയുന്നു. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് മനസ്സിലായത്. എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വറിൻ്റെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്നാണ് ഹണി റോസ് ഈ പോസ്റ്റിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് നടത്തിയ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ ഹണി റോസിന് എതിരായ നിലപാടെടുത്തു. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടെടുത്തു. മാത്രവുമല്ല, ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും ചില പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ശരി, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ശക്തമായ മറുപടി ഹണി റോസ് നൽകിയിരിക്കുന്നത്. കൂടാതെ 20 യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നു എന്നാണ്